അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എങ്ങനെയുണ്ട് റമദാനൊക്കെ? റമളാൻ എന്താ മാഷല്ലാ ഉഷാറല്ലേ. നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ കിട്ടാൻ കാരണമാകുന്ന ഒരു അനുഗ്രഹീത മാസത്തിലൂടെയാണ് അൽഹംദുലില്ലാ ഉം. നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു ഏതൊരു നന്മക്കും സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് റമളാനിൽ നമുക്ക് അള്ളാഹു അതിന് തരുന്ന പ്രതിഫലം. അതുകൊണ്ട് തന്നെ റമളാൻ വരിക എന്നുള്ളത് നമുക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഉം. അതുകൊണ്ട് റമളാൻ അടിപൊളിയാണ് മാഷാല്ലാ. അപ്പൊ ഞാനേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ വലിയ വലിയ ലക്ഷറി ഹോട്ടലുകളിൽ ഇവിടെയൊക്കെ പോയിട്ട് ഇഫ്താർ മീറ്റ് ഒക്കെ നടത്താം. വെച്ചാല് ഭയങ്കര കുറേ ടൈപ്പ് ഫുഡുകൾ, ആഡംബര ഫുഡുകൾ. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്ക് ഈ റമളാൻ ശരിക്ക് നമുക്ക് തരുന്ന കുറേ പാഠങ്ങളുണ്ട്. ഉം. ഒന്ന്, റമളാൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ത്യാഗവും അതുപോലെ തന്നെ ഒരു കുറച്ച് ക്ഷമയും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. കൂടുതൽ സമയം നമ്മൾ ഭൗതികമായ നമ്മൾ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുനിന്ന് കൂടുതൽ സമയം നമ്മൾ ഇബാദത്തിന് മാറ്റി വെക്കുക. നമ്മുടെ നിസ്കാരം, അതുപോലെ തന്നെ ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അതോടൊപ്പം ശരിക്കും നമ്മൾ ഇപ്പോൾ രാവിലെ സാധാരണ ഫൗസാന് സ്കൂൾക്ക് വരുമ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കൽ? ഒരു 7 മണി. 7 മണിക്ക്. ഇപ്പോൾ നമ്മളെ ക്ലാസ് കഴിഞ്ഞ് ഒരു 2 മണിക്കൊക്കെ പോയാൽ വീട്ടിൽ ചെന്നാൽ കഴിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടുന്ന് സ്നാക്സ് കഴിക്കും. എന്നാൽ റമളാനിൽ ശരിക്ക് നമ്മളൊരു സുബഹിൻ്റെ മുൻപ് കഴിച്ചാൽ പിന്നെ മഗ്‌രിബ് വരെ ഒരു ഇറക്ക വെള്ളം പോലും കുടിക്കാതെ. അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഭക്ഷണത്തിനൊന്നും പിന്നെ സാഹചര്യം ഇല്ലാതെ പട്ടിണിയും പ്രയാസമൊക്കെ അവരനുഭവിക്കുന്ന ഒരു വേദനയും കൂടിയും കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇന്നിപ്പോൾ പിന്നെ ഫൗസാന് പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. അതായത് ഒരു ലക്ഷറി ഇഫ്താർ ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കുക, വലിയ ഓഡിറ്റോറിയങ്ങളോ വലിയ ഗ്രൗണ്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ പന്തലും ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവിടേക്ക് എന്ത് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും യാത്രയിലൊക്കെ ഇപ്പോൾ ഒരാളിങ്ങനെ പോവുകയാണ്, ഇപ്പോൾ അയാൾക്ക് വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ യാത്ര എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്ന് ഡിലേ ആയി പോണ വഴിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിലൊരു ഇഫ്താറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ അതിന് ഇഫ്താറിനൊരു സൗകര്യം ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് ഉപകാരമാണ്. അവിടെ കയറിയിട്ട് പിന്നെ നോമ്പ് തുറക്കാനും ഒക്കെ കഴിയും. ഇതങ്ങനെയല്ല, ഭയങ്കര പിന്നെ ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട്, എന്നിട്ട് വീടുകളിൽ നിന്നുള്ള ആളുകൾ പോലും എന്ത് ചെയ്യുക, ഇവിടെ ബുക്ക് ചെയ്ത് വലിയ കാശ് കൊടുത്ത് അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഒരു ധൂർത്താണ്. അമിതമായിട്ട് പണം ചെലവഴിക്കുക, ഭക്ഷണം വേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ എന്നാണ്. ധൂർത്ത് കാണിക്കുന്ന ആളുകൾ ഷെയ്ത്താൻ്റെ കൂട്ടുകാരാണ്. ഒരിക്കലും ഒരു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ധൂർത്ത് കാണിക്കാൻ കഴിയൂല. ഒരു 1000 രൂപയോ അല്ലെങ്കിൽ ഒരു പിന്നെ 700 750 രൂപയൊക്കെയാണ് ചിലപ്പോൾ ഒരാളുടെ ഫുഡിന് ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അത്രയും രൂപയുടെ ഒരു ഫുഡ് ഒരാൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ആ ഒരു ടൈം മുതൽ കഴിക്കണമെങ്കിൽ അയാൾ എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യണം? അവർക്ക് ആ സമയത്ത് പിന്നെ ഇത് കിട്ടും, ജമാഅത്ത് കിട്ടും, മഗ്‌രിബിനും ജമാഅത്ത് കിട്ടുമോ? ഇനി മാത്രമല്ല, ഒരു പിന്നെ വളരെ നേരത്തെ പോയി അവിടെ ഫാമിലിയൊക്കെ അങ്ങനെ കൂടിയിരുന്ന് നമുക്ക് ഒരുപാട് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനകൾ ഏറെ പുണ്യമുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു നോമ്പ് തുറ ഉണ്ടായി, അപ്പോൾ അവിടെ എല്ലാവരും കൂടിയിരുന്നു, അങ്ങനെയൊന്നല്ല. ഇത് ഒരു പാർട്ടി പോലെ ഇതിനായിട്ടൊരു ഏരിയ സെറ്റ് ചെയ്ത് ഭയങ്കരമായ ബിസിനസ് നടത്തുക. എന്നിട്ട് അവിടേക്ക് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ വണ്ടിയെടുത്ത് പോയി അവിടെ അത്രയും വലിയ ക്യാഷ് കൊടുത്തുകൊണ്ട് ഒരുപാട് ഐറ്റം ഭക്ഷണം, അതിൽ കുറേ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കുക.
പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി വെക്കുക, അത് കഴിക്കുക. അതൊക്കെ ഒന്നത് ദൂർത്താണ്. രണ്ടാമത്തത് നോമ്പ് കൊണ്ട് നമുക്കുള്ളൊരു ലക്ഷ്യം ഉണ്ടല്ലോ, ആ ലക്ഷ്യം ഒരിക്കലും അതിൽ നേടാൻ പറ്റൂല. കാരണം അവിടെ എപ്പോഴും ഒരു പാർട്ടി നടത്തുക എന്നുള്ള ഫീലിങ്ങിലാണ് ആൾക്കാരുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അവിടെ 3 രൂപയുടെ ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഫുഡാണ് ഒരാൾക്കെങ്കിൽ 1000 രൂപയ്ക്ക് എത്ര ഫുഡ് കിട്ടും അല്ലേ? അപ്പോൾ പെർ ഹെഡ് ഒരു 700 രൂപ അല്ലെങ്കിൽ 800 രൂപ, ഒരു 1000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഈ വെറൈറ്റീസ് മുഴുവൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്ക് ശരിക്കും മഗ്‌രിബ് ജമാഅത്ത് കിട്ടും. ആ, മിക്കവാറും അവിടുന്ന് എല്ലാം കഴിച്ച് ആളുകൾ ഫ്രീ ആവുമ്പോൾ ചിലപ്പോൾ ഇശാവും പോവും. പിന്നെ അന്നത്തെ അവരുടെ തറാവീഹ് എങ്ങനെയായിരിക്കും? ഇത് 30 ദിവസം ഉണ്ടാവില്ലേ? അതെ, ഈ 30 ദിവസവും ഇങ്ങനെ. ഇനിയിപ്പോൾ ഒരു ദിവസമാണ് ഇപ്പോൾ ഒരു ഫാമിലി പോകണമെന്ന് വിചാരിക്കുക, എന്നാലും റമദാന്റെ ഓരോ നിമിഷങ്ങളും എന്താണ്, ഏറെ പുണ്യമുള്ളതാണ്. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിക്കുള്ളതല്ല. രണ്ടാമത്തത്, നമ്മൾ ഈ ദൂർത്തടിക്കുക എന്നുള്ളതിനേക്കാളും റമദാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്ത സമയമാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കരമായ കഷ്ടപ്പാടിൽ ജീവിച്ച ആളാണ്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്ത ആള്. അപ്പോൾ റമദാനിൽ നമ്മുടെ സ്വതക്കകളൊക്കെ ഭയങ്കരമായിട്ട് കൂടേണ്ട ഒരു സമയമാണ്. അങ്ങനെ കൊടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട പണം ഒരാവശ്യമല്ലാതെ, ഇപ്പം നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഫ്രണ്ട്സ്, ജോലി ചെയ്യുന്ന അവിടെയുള്ള ആളുകൾ, നമ്മുടെ ഫാമിലിയൊക്കെ ചിലപ്പോൾ ഒരു ദിവസം എല്ലാവരും ഒന്ന് കൂടിയിരുന്ന് ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അവിടെയൊക്കെ എന്തുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാനും ആവശ്യമുള്ളത് മാത്രം കഴിക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും. അതൊന്നും ഇല്ലാതെ ഇതൊരു കച്ചവടമാക്കിയിട്ട് ഈ ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോവുക എന്നുള്ളത് ശരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ഈമാനിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് ശരിക്കും അതൊക്കെ. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ആരാധനാ കാര്യങ്ങളിലാണ്. നമ്മുടെ നിസ്കാരം അത് പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ കൂട്ടത്തിൽ വേറൊരു കാര്യം, ഇപ്പോൾ ഈ എല്ലാ ദിവസവും 5 നേരത്തെ നിസ്കാരവും ജമാഅത്തായി കിട്ടുന്ന ആളുകൾ ഉണ്ടാവും. 5 അതെ, ആണുങ്ങൾ നിർബന്ധമായും നിസ്കരിക്കണം ജമാഅത്തായിട്ട്. പക്ഷെ ഈ റമദാൻ മാസം വന്ന ചില ആളുകൾക്ക് 4 ജമാഅത്തേ കിട്ടുള്ളൂ. മഗ്‌രിബിന് മിക്കവാറും വീട്ടിൽ തന്നെ നിൽക്കും, പള്ളിയിൽ പോകില്ല. അവിടുന്ന് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അതും ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ജമാഅത്തും നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ അദ്കാറുകളും അങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തിയുള്ള തഖ്വയുള്ള മനസ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്? നമുക്ക് തഖ്വ ഉണ്ടാകാനാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ എന്താ ഉണ്ടാവുക? പിന്നെ അവിടെ ആകെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആകെ മിങ്കിൾ ചെയ്ത് അവിടെ ഒരു സൂക്ഷ്മത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ചെയ്യുക. അങ്ങനത്തെ ഒരു ആർഭാടമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല നമ്മുടെ ഇഫ്താർ എന്നതാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഇത് ഏറെ പുണ്യമുള്ള മാസമാണ്. നമുക്ക് ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറന്നു വെച്ച് നമുക്ക് ആ സ്വർഗം തരാൻ കാത്തു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ സജീവമാകുക. ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉള്ള പ്രാർത്ഥനകൾ അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളം ദിക്റുകൾ ചൊല്ലുക. ഈ രാവിലെയും വൈകുന്നേരമൊക്കെ ഉള്ള അദ്കാറുകൾ ചൊല്ലാൻ ശ്രദ്ധിക്കുക. നിർബന്ധ നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായി തന്നെ കിട്ടാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. അതോടൊപ്പം ധാരാളമായി സുന്നത്തുകൾ നമസ്കരിക്കാനും രാത്രി നമസ്കാരമൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അങ്ങനെ ഏറ്റവും നല്ല നിലക്ക് നോമ്പെടുക്കാൻ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.